നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ പാലാ കുറവലങ്ങാട് റോഡിലെ മരങ്ങാട്ടുപള്ളിയിലാണ് നിൽക്കുക. ഈ മരങ്ങാട്ടുപള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാനൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് വണ്ടിക്കകത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന റീൽസ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ റീൽസ് ആയിരിക്കും. സഫാരി ചാനലിൻ്റെ യാത്രാവിശേഷങ്ങളാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. സമയക്കുറവ് കൊണ്ട് ഒത്തിരി അടുത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന സഫാരി ചാനലാണ്. ഈ സഫാരി ചാനലിൻ്റെ ആസ്ഥാനമായ മരങ്ങാട്ടുപള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുക. പാലായുമായിട്ട് വലിയ ദൂരമൊന്നുമല്ല. സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ ഞാൻ പാലാക്കാരൻ എന്നൊക്കെ പറഞ്ഞ പുള്ളി പല വീഡിയോയിലും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല ഹൗസ് പ്ലോട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പ്രസ്ഥാനമാണ് ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂള്. ലേബർ ഇന്ത്യ ഗുരുകുല രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങി വെച്ച ആദ്യത്തെ സ്കൂളാണ് ലേബർ ഇന്ത്യ സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് ലേബർ ഇന്ത്യ സ്കൂള്. ആ സ്കൂളുമായിട്ട് ഏകദേശം 800-900 മീറ്റർ ദൂരം മാത്രം അടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഹൗസ് പ്ലോട്ടുകളും അപ്പോൾ അതിനകത്തൊരു 13 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട്. ആ വീടിൻ്റെയും വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടും സ്ഥലവും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം. 10, 20, 30, 40 സെൻറ്റൊക്കെ ആകട്ടെ, എത്രയാണെങ്കിലും നിങ്ങൾ പറയുന്നതനുസരിച്ച് അളന്നെടുത്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസ് പ്ലോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒന്നും മടിക്കരുത്. കാരണം നിങ്ങൾ നന്നായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്കും മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് അവർക്കും വീഡിയോ സ്വന്തമാക്കുവാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പേര് കേട്ട ഒരു TV ചാനലുണ്ട്, നമുക്കറിയാം, സഫാരി ചാനൽ. സഫാരി ചാനലിൻ്റെ ആസ്ഥാനമായ മരങ്ങാട്ടുപള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. മരങ്ങാട്ടുപള്ളി പാലാ കുറവലങ്ങാട് റോഡിൽ, കോട്ടയം ജില്ല പാലാ കുറവലങ്ങാട് റോഡിൽ, പാലായ്ക്കും കുറവലങ്ങാടിനും മിഡിലിനായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ് മരങ്ങാട്ടുപള്ളി. ആ ടൗണിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ സഫാരി ചാനൽ, ഇങ്ങനെയൊക്കെയുള്ള സന്തോഷ് കുളങ്ങരയുടെ പല പ്രസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞത്. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനങ്ങളൊക്കെ കാരണം പ്രസിദ്ധമായ ഒരു ടൗണാണ് മരങ്ങാട്ടുപള്ളി ടൗണ്. അങ്ങനെ ആ നഗരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് ഇവിടെ ഒരു കോമൺ കിണർ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്നതാണ്. സെൻറ്റിന് ഒരു 1.5 ലക്ഷം രൂപ വെച്ച് ചോദിക്കുന്ന ഹൗസ് പ്ലോട്ടുകളാണ് ഇവിടെ ഉള്ളത്. നടുക്കോടെ ടാർ ചെയ്ത് 2 സൈഡും പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇതൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10, 15, 20 സെൻറ്റൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം അളന്നു തരുവാനായിട്ട് സാധിക്കും. കാരണം 10 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ്, അല്ലെങ്കിൽ 12 സെൻറ്റിൻ്റെ പ്ലോട്ടാണ് എന്നല്ല, നിങ്ങളുടെ ആവശ്യാനുസരണം 30 സെൻറ്റോ 15 സെൻറ്റൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇതിനകത്തൊരു വീടുണ്ട്. ഒരു ഒത്തിരി പഴക്കമുള്ള വീടാണ്, എങ്കിലും അത് റിനോവേറ്റ് ചെയ്ത് പുതുപുത്തനാക്കിയെടുത്തിരിക്കുന്നതാണ്. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലവും ഈ വീടും കൂടി 13 സെൻറ്റ് സ്ഥലത്തോളമാണ് ഉള്ളത്. ഈ ഫ്രണ്ടിൽ കാണുന്ന പ്ലോട്ടുകൾ ഉൾപ്പെടെയാണ് പറയുക. അപ്പോൾ നല്ലൊരു ഫ്രണ്ട് ഇമേജോട് കൂടിയുള്ള, നല്ലൊരു ഫ്രണ്ട് എലവേഷനോട് കൂടിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. 55 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു, നെഗോഷ്യബിളുമാണ്. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരവും മനോഹരവുമായ ഗംഭീരമായിട്ടുള്ള ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലൂടെയാണ് നമ്മളിപ്പോൾ പോവുക. വീടിൻ്റെ കിണർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും തുടക്കത്തിലെ തന്നെ അവിടെ കോമൺ കിണറുണ്ട്. അതിൽ ഈ വീടിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു മേഖലയാണ്. ഇതിനടുത്ത് കണ്ടമൊക്കെയാണ്, പാടശേഖരങ്ങളൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി നിലവല്ല, പുരയിടമാണ്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ആ കോമൺ കിണറിൽ നിന്നാണ് മോട്ടോർ വെച്ചിരിക്കുക. വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം. ഇവിടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇതാണ് ഒരു ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്ത്
പില്ലറൊക്കെ നല്ല വലിപ്പത്തിലാക്കി ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിലെ ജനൽപ്പാളികളാണ് ഈ കാണുന്നത്. തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ഹോളും ഡൈനിങ്ങും കൂടി ഒരുമിച്ചാണ് ചെയ്തിരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു കർട്ടനൊക്കെ ഇട്ട് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന തരത്തിലാണ്. മൂന്ന് ബെഡ്റൂം, കിച്ചണ് എല്ലാം ഉള്ള നല്ലൊരു വീട് തന്നെ. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക. ഡൈനിങ് ഹാളിൽ നിന്നും ഒന്ന് തിരിഞ്ഞ് മാറി നിൽക്കാവുന്ന രീതിയിലാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക. കാരണം ഡൈനിങ് ഹാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വാഷ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ. ഇതാണ് ടോയ്ലറ്റെല്ലാം പുതിയ ടൈലുകളൊക്കെ ഒട്ടിച്ച് ഏറ്റവും വൃത്തിയായിട്ടുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അവിടെ മിറർ ലാമ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും പാലായിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്ററിനടുത്തൊരു ദൂരമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഉഴവൂര് പോകാൻ എളുപ്പമാണ്. അതുപോലെ ഇവിടുന്ന് കോട്ടയം പോകാൻ ഉഴവൂര്, മോനിപ്പള്ളി വഴി കോട്ടയമൊക്കെ പോകാനൊക്കെ ആയിട്ട് എളുപ്പമുള്ള റോഡുകളാണ്. അതുവഴിക്ക് ബസ്സുള്ള റോഡുകളാണ്. കുറവലങ്ങാട്, കടുത്തുരുത്തി ആ മേഖലകളിലേക്ക് പോകുവാനും വളരെ ഈസി ആക്സസ് ആണ്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന് എന്ന് വേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുവാനായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂള് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോട് എല്ലാ രീതികളിൽ തുടങ്ങി ഇന്നും വളരെ പ്രസിദ്ധമായിരിക്കുന്ന ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ താഴെയായിരിക്കും ദൂരം. അതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളി ടൗണ് അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെയാണ്. ആ ടൗണിലാണ് സഫാരി ചാനലിൻ്റെ സ്റ്റുഡിയോയും അതുപോലെ തന്നെ ഓഫീസുകളും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടൗണുമായിട്ടൊരു 400 മീറ്റർ ദൂരം ടൗണിൽ തന്നെയാണ് RC ചർച്ച് ഉള്ളത്. ചർച്ചുമായിട്ടും ഏകദേശം ഈ പറഞ്ഞ ദൂരം, അമ്പലമൊക്കെ ആയിട്ട് ഏകദേശം 800 മീറ്റർ ദൂരം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ, അതായത് സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പുകൾ, ബസ് സ്റ്റോപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയാവുന്ന ഒരു തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയുള്ള നല്ലൊരു വീടാണിത്.
അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള നല്ലൊരു അടിപൊളി വീട്, ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. പുതുപുത്തൻ വീഡിയോസുമായി മീനത്തിൽ ഹോംസ് എന്ന് നിങ്ങളോടൊപ്പം വരികയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.